എല്ലാവരും ലഞ്ച് ടൈമാണ്. നമ്മുടെ അനുമോൾ എല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആദിൽ ഫുഡ് മേടിച്ചു, പക്ഷെ കഴിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ നൂറ ആദിലോട് ചോദിച്ചു എന്താ ഫുഡ് കഴിക്കാത്ത. അപ്പോൾ ആദില ദേഷ്യപ്പെട്ട് കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു, എന്നെ ഒന്ന് വെറുതെ വിട്, ഞാൻ എൻ്റെ പാട്ടിന് പൊക്കോട്ടെ, എന്നെ ഇറിറ്റേറ്റ് ചെയ്യാതെ, ഞാൻ എപ്പോഴെങ്കിലും ഫുഡ് കഴിച്ചോളാം. അപ്പോൾ നമ്മുടെ നൂറ പറഞ്ഞു, ഞാൻ ഇനി ഒന്നും പറഞ്ഞില്ലല്ലോ, ഫുഡിൻ്റെ കാര്യമല്ലേ പറഞ്ഞേ, ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടും. അപ്പോൾ ആദില പറഞ്ഞു, നീ എന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യരുതേ, ഞാൻ എപ്പോൾ വേണമെങ്കിലും കഴിച്ചോളാം, എന്നെ ഒന്ന് പാട്ടിന് വിട്. അപ്പോൾ ആദില പറഞ്ഞു, ഞാൻ നിൻ്റെ നൂറ പറഞ്ഞു, ഞാൻ നിൻ്റെ ഫ്രണ്ടല്ല, ഓർക്കണം, ഞാൻ നിൻ്റെ പാർട്ട്ണറാന്ന് ഓർക്കണം. അപ്പോൾ ആദില ഒന്നും വിട്ടുന്നില്ല, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആദില പറഞ്ഞു, എനിക്ക് പറ്റൂല, എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റൂല, എന്നെ പാട്ടിന് വിട്. അപ്പോഴത്തേക്കും നൂറയൊന്നും മിണ്ടിയില്ല. നൂറ കുറച്ച് ഇമോഷണലായി. അപ്പോൾ ആദില ഒന്നും മൈൻഡ് ചെയ്യാതെ അവിടെ ഇരിക്കുകയാണ്. എന്ത് പറ്റിയെന്നൊന്നും അറിയില്ല, ഇനി ഗെയിമിൻ്റെ ഭാഗമായിട്ടാണൊന്നും അറിയില്ല. ആദിലയുടെ ചോറും കറിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്, ആരും എടുക്കാൻ പോകുകയൊന്നും ചെയ്തിട്ടില്ല. നൂറ കുറേ പറഞ്ഞു, പക്ഷേ നൂറ രക്ഷയില്ല, പുള്ളിക്കാരി അവിടെ തന്നെ ഇരുന്നു. പിന്നെ നൂറ പോയി കൈ കഴുകിയിട്ട് നൂറയുടെ പാത്രം കഴുകി വെള്ളം കുടിച്ചിട്ട് പോയി.